ആരാണ് എൻ്റെ അമ്മ എന്ന ചോദ്യം ഈശോ 2 പ്രാവശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ ആന്തരികതയാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. അത് ഉടമ്പടിയുടെ ആന്തരികതയാണ്. ആരാണ് എൻ്റെ അമ്മയെന്ന് ഈശോ എപ്പോഴാണ് ചോദിക്കണത്? ലൂക്കാ 8:21, പിന്നെ 11:27. നിന്നെപ്പറ്റ മുലകളും നിന്നെപ്പറ്റ ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതെന്ന് പറയും. അമ്മയെക്കുറിച്ച് ജനങ്ങൾ പറയണതാണ് അമ്മ ഭാഗ്യമുള്ള ആളാണെന്ന്. അപ്പോൾ ഈശോ പറയും നിങ്ങളും ഭാഗ്യമുള്ളവരാകും. എങ്ങനെയാണ് ഭാഗ്യമുള്ള? ഉടമ്പടി ഒരു ഭാഗ്യമാണ്. നിന്നെ പെറ്റ ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളതെന്നല്ലേ പറയണത്, ഇല്ലേ? ഭാഗ്യമുള്ളത്. അപ്പോൾ ഈശോ എന്നാ പറയണത്? നിങ്ങളും ഭാഗ്യമുള്ളവരാകും. എങ്ങനെയാണ് ഭാഗ്യമുള്ളതാകണത്? ഉടമ്പടി എടുക്കുമ്പോൾ ഭാഗ്യമുള്ളവരാകും. എടുക്കുമ്പോഴാകത്തില്ല, ഉടമ്പടി പാലിക്കുമ്പോഴാണ്. കാര്യം നിങ്ങളും ഭാഗ്യമുള്ളവരാകും എന്ന് പറയാൻ കാരണം എന്താ? അമ്മ ഭാഗ്യമുള്ളതാണെന്ന് ജനങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ഈശോ പറയും എൻ്റെ അമ്മ എങ്ങനെയാണ് ഭാഗ്യമുള്ളതായതെന്ന് അറിയാവോ എന്ന് ചോദിക്കും. അതിന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഭാഗ്യമുള്ളയാളായെന്ന് ഈശോ വിശദീകരിക്കും. എങ്ങനെയാണ്? ദൈവവചനം കേൾക്കുകയും എന്ന് പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ പറയുന്ന ഭാഗ്യമുള്ള അമ്മയുടെ ഭാഗ്യം. അപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ കണക്കൂടല്ല. എന്താ? ദൈവവചനം കേൾക്കുകയും പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ. ഇപ്പം ഇപ്പോഴും നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്ത് വെളിയിൽ നിൽക്കുന്നുവെന്ന് പറയുന്നില്ലേ, ഇല്ലേ? അപ്പോഴും ഈശോ പറയുന്നത് എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ. അപ്പോൾ എൻ്റെ മക്കളെ ഇതിൻ്റെ അന്തസത്ത എന്താ? ദൈവവചനം കേൾക്കുകയാണ്. പിന്നെ എന്താണ്? അതനുസരിച്ച് ജീവിക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ ഓർക്കുക, എന്തിനാണ് കേൾക്കണത്? ഇപ്പം ലൂക്കാ 8:21 11:27 പറയുന്ന വചനങ്ങൾ ഈശോ ട്വിസ്റ്റ് ചെയ്യും. എന്ന് പറയും, തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ദേ നിൽക്കുന്ന എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് മീൻസ് നമ്മൾക്കും കർത്താവിൻ്റെ വചനം പാലിച്ചാൽ നമ്മൾക്കും കർത്താവിൻ്റെ അമ്മയും സഹോദരനും ആകാം, അല്ലേ? അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:48-49. അപ്പം നമ്മൾക്കും വാഗ്ദാന പേടകമായി മാറാം. വാഗ്ദാന പേടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനം ഹൃദയത്തിൽ. അമ്മമാതാവ് 2 തരത്തിലാണ് ഉടമ്പടി വാഗ്ദാന പേടകമായത്. ഒന്ന്, ഉദരത്തിൽ ഈശോനെ വചനത്തെ സംവഹിച്ചപ്പോൾ. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം പെട്ടിയിൽ 10 കൽപ്പനയുടെ ഫലകമാണ് ഇരിക്കുന്നത്. പുതിയ നിയമത്തെ വാഗ്ദാന പേടകത്തിൻ്റെ ഉദരത്തിലാണ് വചനത്തെ മാംസമായി അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മ ഈശോനെ പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ വാഗ്ദാന പേടകം അല്ലാതായി മാറുമോ? അല്ലാതായി മാറത്തില്ലെന്നാണ് ഈശോ പറഞ്ഞത്. എന്താ? അമ്മ ഹൃദയത്തിലും ഈശോനെ വചനത്തെ സംഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴും അമ്മ ചെയ്യണത് എന്താണ്? എല്ലാ അനുഭവങ്ങളെയും ദൈവവചനമാക്കി മാറ്റിയിട്ട് ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കും, ഇല്ലേ? എല്ലാ അനുഭവങ്ങളെയും. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് അറിയില്ലേ? അമ്മേ, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ ഡിറ്റാച്ച്മെൻറ്റ്. നമുക്ക് ഗുഡ് ബൈ പറയാൻ കാലമായി, എന്നെ പിരിയാൻ കാലമായി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നാ വേദന തരും, ഇല്ലേ? പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ വേണ്ടി അമ്മ ഈശോനെ പിരിയുന്ന വേദന പിതാവിനോടുള്ള തിരുവിഷ്ടമായിട്ട് ഹൃദയത്തെ സംഗ്രഹിക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, ദൈവവചനം
ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരനെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ അത് വേദനയാണെങ്കിൽ ആ വേദനയെ ദൈവവചനമായി അമ്മ സംഗ്രഹിക്കും. എവിടെ സംഗ്രഹിക്കും? ഹൃദയത്തിൽ സംഗ്രഹിക്കും. ലൂക്കാ 2:48. അങ്ങനെ അമ്മ വചനം നിറവേറ്റുന്ന, ദൈവഹിതം ഏറ്റെടുക്കുന്ന വാഗ്ദാന പേടകമായി മാറും. അതുപോലെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്ന, പാലിക്കുന്ന, ദൈവഹിതം നിറവേറ്റുന്ന നമ്മൾ ദൈവത്തിരുസന്നിധി ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുള്ള വചനം അനുസരിച്ച് കൊണ്ട് ജീവിക്കാമെന്ന് ഹൃദയത്തിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറുമ്പോൾ വാഗ്ദാന പേടകത്തിന് മേലാണ് ഈ 40:25 പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ തന്നെ ലേവ്യ 9-ാം അധ്യായത്തിലും ലൂക്കാ 1:35 വാഗ്ദാന പേടകത്തിന് മേൽ ദൈവത്തിൻ്റെ ശക്തി ആവസിച്ചു വന്ന് ഈ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്ന കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കളെ ഉടമ്പടി തൈലം മറ്റ് വ്യക്തികളുടെ മുഴകളിലും ഉദരത്തിലുമൊക്കെ സ്പർശിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ വാഗ്ദാന പേടകമായതിൻ്റെ അടയാളങ്ങളാണ്. നമ്മളെ വാഗ്ദാന പേടകമാക്കി മാറ്റിക്കൊണ്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത്. അതിന് ദൈവരാജ്യത്തിൻ്റെ സന്തതികളായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവരായി മാറുന്നു. കൈ അടിച്ചു കടത്താണ്. ഹല്ലേലൂയ 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 ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരു ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ഉടമ്പടി നിയോഗപ്രകാരമുള്ള രോഗസൗഖ്യ പ്രാർത്ഥനയും ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നൽകിയ വചനത്തിന് കർത്താവിനോട് നന്ദി പറയേണ്ട സമയമാണ്. മനസ്സിൽ പറയുക, ഞങ്ങൾക്കും ഈശോ അങ്ങയുടെ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവരായി മാറണം. അങ്ങയുടെ വചനം ഏത് കാലത്തും പിതാവിൻ്റെ ഇഷ്ടമായി പരിശുദ്ധ അമ്മയെപ്പോലെ പാലിച്ച് കർത്താവിൻ്റെ ദാസിയായി തലമുറകൾ തോറും മഹത്വപ്പെടാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഉടമ്പടി തലമുറകൾ തോറും നിന്നെ മഹത്വപ്പെടുത്തും. നിത്യത വരെ ഉടമ്പടി നിന്നെ മഹത്വപ്പെടുത്തും. കാരണം ഉടമ്പടി പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനം നെഞ്ചിലേറ്റ് ജീവിതത്തിന് സാക്ഷ്യം നൽകുന്നതിലൂടെ നീ വാഗ്ദാന പേടകമായി മാറുന്നു. വാഗ്ദാന പേടകം കാണപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വെളിപാട് പറയും. ഇതാ കർത്താവിൻ്റെ സ്വർഗത്തിലെ ആലയം തുറക്കപ്പെട്ടു, വാഗ്ദാന പേടകം കാണായി എന്ന് കൈയടിച്ച് കർത്താവ്. എൻ്റെ പേര് മരിയറ്റ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 2-ാം തീയതി ആണ്, 2024. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. എനിക്ക് മാസ്റ്റേഴ്സ് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ മാസ്റ്റേഴ്സ് പുറത്ത് പഠിക്കാൻ ഓസ്ട്രേലിയക്ക് പോകാൻ ഭയങ്കര പാടാണ്, ഒരുപാട് പൈസ ചിലവുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം, അവിടെ പോയി പഠിക്കണം, അവിടെ ജോലി കിട്ടണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തൊക്കെ അപ്പടി റിജക്ഷനായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റീസൊക്കെ എന്നെ റിജക്റ്റ് ചെയ്തു. എനിക്ക് അപ്പടി സങ്കടമായി. പക്ഷേ എന്നാലും മാതാവ് എനിക്ക് നല്ലൊരു സാലറിയോട് കൂടി അപ്പോൾ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു.
നല്ല സ്ഥാപനത്തിൽ എനിക്ക് പറ്റിയൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് തന്ന് മാതാവ് എന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ആദ്യത്തെ ജോലിക്ക് ഇൻ്റർവ്യൂ സമയത്തൊക്കെ ഞാൻ ഉപ്പ് കഴിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഹോളി ഓയിൽ വെച്ച്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഓസ്ട്രേലിയ പോക്കൊക്കെ ഞാൻ വീണ്ടും തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഏജൻസിയൊക്കെ മാറി ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഹോളി ഓയിൽ നെറ്റിയിൽ കുരിശ് വരച്ചൊക്കെയാണ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞാനങ്ങനെ എൻ്റെ ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അവരൊരു ട്യൂസ്ഡേ എൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്യൂസ്ഡേ ആയപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ആകെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു കോഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ ഒരു കോഴ്സിന് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ യൂണിവേഴ്സിറ്റിയും കോഴ്സും മാറി മാറി വെക്കണമായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് എനിക്കാകെ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു കോഴ്സ് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തപ്പോൾ നേർച്ച വസ്തുവായ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ആക്കിയത്. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് നെക്സ്റ്റ് ടാസ്ക് ആയിരുന്നു ലോൺ സാങ്ഷൻ ആവേണ്ട, എഡ്യൂക്കേഷൻ ലോൺ. അപ്പം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് പോയപ്പോഴും ഞാനിവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എപ്പോഴും ഉടമ്പടി കാശുരൂപവും ഉപ്പും ഹോളി ഓയിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാങ്ക് മാനേജറോട് സംസാരിക്കുമ്പോഴാട്ടെ ലോണിൻ്റെ ഏത് കാര്യത്തിന് പോകുമ്പോഴും ഞാനൊരു ഉപ്പ് ക്യാരി ചെയ്തുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതും എനിക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് എനിക്ക് അതും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ലോണും സാങ്ഷനായി എനിക്ക് കിട്ടി. അത് ഞാൻ വെച്ചതിലും കൂടുതലാണ് എനിക്ക് ലോൺ കിട്ടിയതും. പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ കുറച്ച് പോയി 9th ട്യൂസ്ഡേ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു. ജൂൺ 3-ാം തീയതിയാണ് എൻ്റെ വിസയ്ക്ക് വെച്ചത്. വിസയ്ക്ക് വെച്ചു ഞാൻ ഉച്ചയ്ക്ക് ഒരു 1:48 എൻ്റെ വിസയ്ക്ക് വെച്ചു. 1:49 ആയപ്പോൾ എനിക്കെൻ്റെ വിസ അടിച്ച് കിട്ടി. എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. 1 മിനിറ്റിനുള്ളിൽ എനിക്കെൻ്റെ വിസ അടിച്ച് കിട്ടിയത്. ഞാൻ എൻ്റെ ഏത് കാര്യത്തിനായാലും ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. ഞാൻ എപ്പോഴും എവിടെ പോയാലും ഞാൻ മാതാവിൻ്റെ കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് ജൂൺ 3-ാം തീയതി എനിക്കെൻ്റെ വിസ ലഭിച്ചു. ഞാൻ ഈ ജൂലൈ 10-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മാതാവ് സാധിച്ചു തന്നത്. പിന്നെ എനിക്ക് സാമ്പത്തികപരമായാലും ഓസ്ട്രേലിയക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. എനിക്ക് ലോണിൽ നിന്ന് ഒരുപാട് പൈസ വിഡ്രോ ചെയ്യാതെ തന്നെ എനിക്ക് എൻ്റെ അമ്മാവന്മാരാണേലും എൻ്റെ കസിൻസ് ആണേലും ഒക്കെ പലരും വഴി എനിക്ക് സാമ്പത്തികപരമായി ഒരുപാട് സഹായം കിട്ടി. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ പാവപ്പെട്ടവരെ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വിതരണം ചെയ്യും. ഞാൻ എൻ്റെ ബസ്സിൽ പോകുമ്പം എൻ്റെ ബസ്സിൽ സ്റ്റാൻഡിൽ ഒക്കെ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കൃപാസനത്തെ പറ്റിയും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയും പറഞ്ഞ് ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. കുറേ പേരൊക്കെ ഇത് വേണ്ടാന്ന് പറയും, എന്നാലും ഞാൻ എൻ്റെ പത്രമെല്ലാം ഞാൻ കൊടുക്കും. മാതാവിന് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞാൻ മാതാവിന് ബൊക്ക വയ്ക്കും. എനിക്ക് മാതാവിന് ബൊക്ക വയ്ക്കുന്ന ഇഷ്ടമാണ്. ഞാൻ ഒന്നുകിൽ വാങ്ങി വെക്കും, ഇല്ല ഞാൻ തന്നെ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ഞാൻ അരമണിക്കൂർ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ബൈബിൾ വായിക്കുമെന്നും. പിന്നെ ഞാൻ എന്നും രാവിലെ പള്ളിയിൽ പോവും. ഞാൻ കൊയറിലുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് എന്നും പള്ളിയിൽ പോവും. എനിക്ക് പേഴ്സണലായിട്ടുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഞാൻ എന്നും മുടക്കാതെ ചൊല്ലും. ഞാൻ കൊന്ത ചൊല്ലും. സന്ധ്യാപ്രാർത്ഥന കൂടാതെ തന്നെ ഞാനെന്നും കൊന്ത ചൊല്ലും. എനിക്ക് മാതാവിനോടും ഈശോയോടും ഒക്കെ ഒരു ഉടമ്പടിക്ക് ശേഷം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അത്രയും പ്രാർത്ഥിക്കില്ലെങ്കിലും ഉടമ്പടിക്ക് ശേഷം ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും
കോടാലി കോടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജോസഫ്. ഞങ്ങൾ നെടിവാട് ഇടവക ഇടുക്കി ജില്ലയിൽ നിന്നാണ് വന്നത്. ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് 1-ാം തീയതി കല്ല് കുടിച്ചിട്ട് ബോധമില്ലാതെ കിടന്ന ആളാണ്. ഈ നിങ്ങളുടെ മുമ്പിൽ ഈശോയും മാതാവും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. കല്ല് കുടിച്ചിട്ട് കുടുംബത്തിന് 25 വർഷം എൻ്റെ മക്കളും പെണ്ണുമ്പളയും കൂടെ ഒരുപാട് കണ്ണീര് കുടിച്ച മകനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ദൈവം എന്നെ മാതാവ് ഒരു യൂട്യൂബിൽ കൂടെ ജോസഫ് അച്ഛൻ്റെ കല്ല് കുടിച്ച് പൂർണ്ണമില്ലാതെ കിടക്കുമ്പോൾ കണ്ടതാണ്. 2024 ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. 1-ാം തീയതി ഈ മദ്യം കിട്ടാതിട്ട് പോലും വില കൂടുതൽ കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് കുടിച്ചിട്ട് ബോധമില്ലാതെ വണ്ടി ഡ്രൈവറാണ് ഞാൻ. ലോകം മുഴുവൻ വണ്ടി ഓടിക്കുന്ന ഇന്ത്യയിലെ ഡ്രൈവറാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്ക് ജോസഫ് അച്ഛൻ്റെ ടോക്ക് കിട്ടിയത്. അത് കേട്ടു. അന്നേരം ഞാൻ പറഞ്ഞു, മാതാവേ കനിയുമെങ്കിൽ എൻ്റെ പാണപാത്രം എടുത്ത് കളഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പുത്തനാക്കണമേ. ഈ കല്ല് കൂടിയിരുന്ന് എന്നെ നല്ല മനുഷ്യരുടെ മുമ്പിൽ നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഈ മദ്യപാനം എന്നെ കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എല്ലാം ഉപയോഗിക്കാറുണ്ട്. ബീഡി, സിഗരറ്റ്, ബാക്കിയുള്ള പുകയില എല്ലാം. ആ 2-ാം തീയതി തൊട്ട് ഈ 1 വർഷമായി ഇന്ന് വരെ മാതാവ് എത്ര ഇടയിലെ കൂടെ പോയി നടന്നു വന്ന് കല്ല് കുടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ പോലും എന്നെ മാതാവ് അതിലിരുന്ന് എന്നെ മാറ്റി നിർത്തി ഈശോയും തിരുക്കുമാരനും കോടി നന്ദി പറയുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയതും എല്ലാം മാതാവ് ഈശോയാണ്. അതിന് പരമായിട്ട് ഇതിൻ്റെ സ്നേഹമായിട്ട് എൻ്റെ ഭാര്യ 30 വർഷമായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കണ്ണുനീര് കുടിച്ച ഭാര്യയാണ് കൂടെ നിൽക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ അത്രയും സഹിച്ച് എൻ്റെ കല്ല് കുടിയും ഈ വളക്കമൊന്നുമില്ല. പക്ഷേ എന്നാലും കല്ല് കുടിച്ചിട്ട് കുടുംബത്തിന് സമാധാനം ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ 30 വർഷമായിട്ട് എന്നെ സ്നേഹിച്ച് എന്നെ ഈ നിലയിൽ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന് 25 വർഷം കണ്ണുനീരോടെ ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കാൻ ഞായറാഴ്ച ദിവസം കുർബാന മുടക്കത്തില്ല. അങ്ങനെ എൻ്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് ദൈവം അതിനുള്ള ഫലം എനിക്ക് നല്ല ബുദ്ധിയെ തന്ന് നല്ല 2 മക്കളെ തന്നത് ഈ വളക്കാനുള്ള സാഹചര്യം തന്നു. ഞങ്ങൾ ഒരു സ്ഥലം മേടിച്ച് ഒരു 10-15 വർഷമായിട്ട് അവിടെ താമസിക്കുമായിരുന്നു. അത് വഴിയില്ലാതെ കൊണ്ട് ആർക്കും വേണ്ട. ഞങ്ങൾ റോഡ് സൈഡിലെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി റോഡ് സൈഡിൽ വീട് മേടിക്കാം, അത് വിൽക്കാൻ നോക്കിയിട്ട് ആർക്കും വേണ്ട. ഞാൻ ഓഗസ്റ്റ് 2-ാം തീയതി 1-ാം തീയതി തീരുമാനമെടുത്തു. 5-ാം തീയതി തൊട്ട് ഒരാൾ എൻ്റെ പുറകെ വന്ന് ആ സ്ഥലം വേണം ഞങ്ങൾ മേടിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സതിച്ച് പോയി മേടിച്ചെന്നു പറഞ്ഞേക്കരുത്, വഴിയില്ല, നടപ്പ് വഴിയേ ഉള്ളൂ, അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ മേടിക്കുകയും ചെയ്തു. ഇതാണ് ആദ്യം കിട്ടിയ അത്ഭുതം. രണ്ടാമത്തത് ഞങ്ങൾ ഇതെല്ലാം അതും വിറ്റു, വേറെ വീടൊക്കെ മേടിച്ചു, മാറി. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയത്, ഞാൻ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. ബാംഗ്ലൂർ വെച്ച് ഭയങ്കര തിരക്കുള്ള ടേൺ ചെയ്യാനായിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നൽ ഇട്ട് കൈ കാണിച്ച് ഇൻഡിക്കേറ്റർ വണ്ടി തിരിക്കുമ്പോൾ 2 കാറ് വന്ന് സ്പീഡ് എന്നു വെച്ചാൽ അതിനാണ് എൻ്റെ മാതാവിൻ്റെ കൊന്ത എൻ്റെ കഴുത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ മാതാവ് കാത്തതാണ്. ഞാൻ നോക്കി കണ്ണടച്ച് നിന്ന് പോയി. 2 കാറും വന്ന് എൻ്റെ വണ്ടിയിൽ അടിച്ച് തകർന്നു പോയെന്ന് ഓർത്താൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം വന്ന വഴിയിൽ കൂടെ തന്നെ 2 കാറ് പരന്ന് ഇതിൽ മാറിക്കൊണ്ട് നിർത്തിയിട്ട് അവർ വന്ന് എന്നോട് ക്ഷമ ചോദിച്ചിട്ട് പോയി. കാര്യം എൻ്റെ വണ്ടിയാണ് കുറുക്ക് നിൽക്കുന്നത്. അപ്പം മാതാവ് എൻ്റെ കൊന്ത കഴുത്തിൽ ഇരിക്കണം. മാതാവ് ഇല്ലതുകൊണ്ട് എന്തോ ഒരു കഷ്ടം. ഈ യൂട്യൂബ് കാണുന്നതും ഈ കൃപാസനത്തിൽ വരുന്ന എല്ലാവരും വിശ്വാസമായിട്ട് വന്നു കഴിഞ്ഞാൽ മാതാവ് നിങ്ങളുടെ കൂടെ ഇവിടുന്ന് കൂടെ വരും. എവിടെ പോയാലും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ ഉറപ്പായിട്ടും വന്നിരിക്കും. ആരും സംശയിക്കരുത്. ഞാൻ സംശയത്തിലൂടെ പള്ളിയിൽ പോലും പോകാതെ എൻ്റെ ഭാര്യ പോയപ്പോൾ പോലും ഞാൻ പറഞ്ഞു, ദൈവത്തോട് നീ പോയി പള്ളിയിൽ കിടന്നോളാന്ന് പറഞ്ഞ ആളാണ്. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം കൊണ്ടുവന്ന് ഇത്ര പേരിന് മുമ്പിലേ എൻ്റെ അമ്മയും തിരുക്കുമാരനും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും പോയിട്ട് പോലും ഇപ്പം 1 വർഷമായിട്ട് കല്ലുകൂടിയും ഇതൊന്നും ഇല്ലാതെ ഇത്രയും സന്തോഷമായിട്ട് വന്നത് അമ്മയും മാതാവിൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ്. പ്രിയ ഭർത്താവങ്ങൾ, എനിക്ക് പന്നിടത്തോളം ഈ ചിലപ്പോൾ അനാഥാലയത്തിലൊക്കെ പോയി അവർക്ക് 1 മാസത്തിന് ഒരാഴ്ചയ്ക്കുള്ള ഭക്ഷണത്തിലുള്ള പൈസ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. വഴിയിൽ ആരെങ്കിലും ഈ പാവപ്പെട്ടവർ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേന്ന് കൊണ്ട് ഉള്ളതുപോലെ ഞാൻ കൊടുക്കാറുമുണ്ട്.
കണ്ണീർ പ്രത്യേകത അത്രയും ചെയ്യുന്നു. പക്ഷേ ഈ പത്രങ്ങൾ എല്ലാം ഇവിടുന്ന് 5 ജില്ലയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്, ഞാൻ വണ്ടിയിൽ പോകുന്നു, തമിഴ്നാട് പത്രം കൊണ്ട് തമിഴ്നാട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട് പത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറ്റുന്നതോളം കാര്യം ഈ പത്രങ്ങൾ എല്ലാ മാസവും കഴിഞ്ഞ 1-ാം തീയതി മാത്രം ഞാൻ വന്ന് പത്രം മേടിക്കാൻ വന്നില്ല. അല്ലെങ്കിൽ എല്ലാ മാസം 4 മാസം പുതുക്കി ഈ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എല്ലാം 1-ാം തീയതി വന്ന് ഞാൻ 5 കെട്ട് പത്രം മേടിച്ചിട്ട് കൊടുക്കും. അതുകൊണ്ടും ആയിട്ടില്ല. ഇന്ന ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ അനുഗ്രഹമായിട്ട് നടക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നല്ല നന്മകളൊക്കെ ചെയ്യണം. കാരണം ഈ പ്രവൃത്തികൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചില വീടുകളിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ചാപ്പാടും ഭക്ഷണമൊക്കെ മേടിച്ച് കാശ് കൊടുക്കാറുണ്ട്, ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മെറിൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ജൂണിലാണ് ഞാൻ എടുക്കുന്നത്. അതിനു മുമ്പ് 2020 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാതാവ് എനിക്ക് അനേകം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് ടോൺസിലൈറ്റീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ആശുപത്രിയിൽ കാണിച്ചു, പക്ഷേ ടോൺസിലൈറ്റീസ് എന്ത് ചെയ്യായിരുന്നു മാറുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ടോൺസിലൈറ്റീസ് മാറ്റുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാതാവിൻ്റെ കൂടെ ഞാൻ കൂടത്തിൽ ചേർന്ന് നിന്നു. ഓരോ സാക്ഷ്യങ്ങളും എല്ലാം എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും അവരെയും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കാരണം അനേകം ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും സാക്ഷ്യങ്ങൾ ഇവിടെ വന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു സ്ഥലം വേണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. ഒരു 3 സെൻറ്റ് സ്ഥലവേലും തന്ന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ്. കാരണം തൃശ്ശൂർ ജില്ലയിലൊക്കെ ഒരു സ്ഥലത്തിൻ്റെ വില അവർ പറയുന്നതനുസരിച്ചുള്ള വിലകളാണ്. അപ്പോൾ നമുക്ക് മെറിറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സ്ഥലം 3 സെൻറ്റ് സ്ഥലവേലും തരണമെന്ന് പറയുന്നത്, എല്ലാ സൗകര്യങ്ങളും കൂടെ മാതാവ് 9 സെൻറ്റ് സ്ഥലം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു വീട് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പം മാതാവ് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും കൂടെ ഒരു വീട് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അതുകൂടാതെ ഞാൻ കാറ്റഗറി 1ഉം 2ഉം നല്ല മാർക്കോട് കൂടി പാസ്സായി. ഞാൻ ആവറേജ് ഒരു സ്റ്റുഡൻ്റാണ്. ആ എക്സാം പാസ്സാകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. എന്നെപ്പോലെയുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്, എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അത് പാസ്സാകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നല്ല മാർക്ക് എനിക്ക് മാതാവ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുകൂടാതെ ഞങ്ങളുടെ വീട്ടിൽ കിണറ്റിൽ വെള്ളം ഭയങ്കര കുറവായിരുന്നു. ആ കിണറ്റിൽ വെള്ളം കുറവായിരുന്നപ്പോൾ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഉപ്പിട്ടിട്ടുള്ള സാക്ഷ്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കിണറ്റിൽ കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം ആയപ്പോൾ തൊട്ട് ഇന്ന് വരെയും ഒരു മാറ്റമില്ലാതെ വെള്ളം ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. അതിനു മുമ്പ് വരെ അടുത്തുള്ള വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ വെള്ളം മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ആവശ്യത്തിന് മിച്ചെന്ന് പറയാൻ ഞങ്ങൾക്ക് വെള്ളം മാതാവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കയ്യിലേക്കായിരുന്നു സമർപ്പിച്ചിരുന്നത്. എന്നെക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളായിട്ടും ഇപ്പം ഞാൻ എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പിള്ളേരും കൊണ്ടിരിക്കുക. അതൊക്കെ ദൈവം എന്നെ എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ സമയത്താണ് എനിക്ക് ഹാൻഡ് റൈറ്റിങ് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ഹാൻഡ് റൈറ്റിങ് തീരെ മോശമാണ് എൻ്റെ. അപ്പം എഴുതാൻ അസൈൻമെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക് എം എ എഴുതാനായിട്ട്. അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് ഞാൻ എഴുതുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ഉടമ്പടി തൈലും തേനും ഒക്കെ കർത്താവെ എങ്ങനെയും പാസ്സാകാനുള്ള മാർക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ 30ൽ 28ഒക്കെയാണ് എനിക്ക് മിക്കതിനും തന്നെ കിട്ടിയേക്കണേ. ഭയങ്കര അത്ഭുതമാണത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ജോസഫച്ചൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശക്തമായിട്ട് കയ്യും വിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ തലയ്ക്ക് ചുറ്റും ശക്തമായ ഒരു പ്രകാശം വരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങുന്നു. എൻ്റെ നാക്കൊക്കെ അങ്ങ് വളഞ്ഞു പോകുന്നു. അപ്പോൾ ഭാഷാവരത്തിൽ ഞാൻ സ്തുതിക്കാൻ തുടങ്ങി. എനിക്ക് അറിയത്തില്ല, എന്താ കാലിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര ഒരു തണുപ്പ് കയറി വരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് അതെൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റിയല്ല. ഈ മൈക്കിൽ കൂടെ പറയാൻ എനിക്കത് പറ്റുന്നില്ല. അത്രയും ഒരു അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചതെന്ന് അതെനിക്ക് മറക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള അനുഗ്രഹമാണ്. അതുപോലെ അനേകം കാര്യങ്ങൾ പിള്ളേർക്ക് വേണ്ടിയും ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുകയും ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ 50 കാശ് രൂപയും കൊന്തയും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. പല ആളുകൾക്കും ഞാൻ പത്രവും കാശ് രൂപയും പിന്നെ കൊന്തയും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ സാക്ഷ്യം ഷെയർ ചെയ്യാറുണ്ട്, ഫേസ്ബുക്കിൽ ഇടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പിള്ളേർക്ക്, ഓർഫനേജിലെ പിള്ളേർക്ക് ഞാൻ ബാഗ്, ബുക്സ്, അങ്ങനത്തെ ഒത്തിരി പഠിക്കാനുള്ള, അവർക്ക് എന്തൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് സഹായിക്കാറുണ്ട്.
പിന്നെ അതുപോലെ അമ്മമാർക്ക്, അനാഥരായിട്ടുള്ള അമ്മമാരെ ഞാൻ സഹായിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ വളരെയധികം നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. എനിക്കതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പണ്ടത്തെക്കാലം കൂടുതൽ വേറുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു കൃപ എനിക്ക് തന്നു ദൈവം. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി.